ഇന്ന് നാം ഒരു പുതിയ രാത്രിയിലാണ്. അൽഹംദുലില്ലാഹ്, ദുൽഹജ്ജ് മാസം ഇന്ന് കണ്ടു. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പല വസ്തുക്കളെ കൊണ്ടും സത്യം ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ സത്യം ചെയ്യുന്ന ഓരോ വിഷയങ്ങളും പ്രത്യേക ഫായിദകളും മഹത്വങ്ങളും ഉള്ളവയാണ്. വശംസി വളുഹാഹ എന്ന് അല്ലാഹു തആല ഒരു സൂറത്തിൽ സത്യം ചെയ്തു. ശംസ്, സൂര്യൻ, ആ സൂര്യൻ്റെ പ്രകാശം, അതിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ധാരാളം തെളിവുകൾ ഉണ്ട്. സൂര്യൻ ഉദിക്കുന്നതിലും സൂര്യൻ അസ്തമിക്കുന്നതിലും നിരവധി ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല ഉണ്ട് എന്നതിനും അല്ലാഹു സർവശക്തനാണ് എന്നതിനും മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ വല്ലൈലി ഇദാ യഗ്ശ, രാത്രി കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. രാത്രി, പകൽ ഇല്ലാത്ത പല പ്രത്യേകതകളും രാത്രിയിൽ ഉണ്ട്. രാത്രിയിൽ മനുഷ്യന് സമാധാനമായി ഉറങ്ങാനും സമാധാനപരമായി ഖുശൂഅോടുകൂടി ഇബാദത്ത് ചെയ്യാനും പറ്റിയതാണ് രാത്രി. പകൽ സമയത്ത് ഒരാൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത് ആരെങ്കിലും കാണും, അറിയും. രാത്രി സമയത്ത്, പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ അത് ആരും കാണുകയില്ല. അല്ലാഹു അല്ലാതെ മറ്റൊരാളും അറിയുകയില്ല. അങ്ങനെ രഹസ്യമായി വളരെ വലിയ ഖുശൂഅോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ പറയാനും അവന് കരയാനും അനുയോജ്യമായത് രാത്രിയാണ്. രാത്രിയിൽ പാതിര ആകുമ്പോൾ, രാത്രി പകുതി സമയമാകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സ്പെഷ്യൽ മലക്കുകൾ ഇറങ്ങും. ആ മലക്കുകൾ ഇറങ്ങിയിട്ട്, ഓ ജനങ്ങളെ, ഉറങ്ങുന്നവരെ നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങൾ അള്ളാഹുവിലേക്ക് പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെടുക, അള്ളാഹു നിങ്ങളെ ദോഷം പുറത്തു തരും എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ വിളിച്ചു പറയുന്നു രാത്രി ഇരുട്ട സമയത്ത്. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾക്ക് പകൽ സമയത്ത് ഇബാദത്ത് ചെയ്യാൻ കഴിയുകയില്ല. കഴിഞ്ഞാൽ തന്നെ ഖുശൂഅ് കിട്ടുകയില്ല, ഖുളൂഅ് കിട്ടുകയില്ല. രാത്രിയാകുമ്പോൾ
ലോകത്ത് ഒരു 99% ആളുകൾക്കും ജോലിയില്ലാത്തവരാണ്. രാത്രിയിൽ പ്ലെയിൻ പറപ്പിക്കുന്നവരും ട്രെയിൻ ഓടിക്കുന്നവരും അങ്ങനെ ഏതാനും ചിലർ മാത്രം ഉറക്കം ഒഴിക്കുന്നു. അല്ലാതെ ബാക്കി എല്ലാവരും അവർക്ക് ഉറങ്ങാനുള്ള സമയം ഒഴിവുള്ള സമയമാണ്. ആ സമയത്ത് അള്ളാഹുവിലേക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഏറ്റവും വലിയ അനുയോജ്യമായ സമയമാണ്. ഒരാളും അറിയുകയില്ല, എല്ലാവരും ഉറങ്ങുന്ന സമയം. വഫീന റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാത്തുൻ അന്നമാ ഖാല വാഖിഉ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മളാജിഉ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, മശ്ഹൂറായ സഹാബിയാണ്. അവരുടെ മക്ബറയും വലിയ മക്കാമും ജോർഡാനിൽ പോയാൽ പ്രത്യേകമായി തന്നെ കാണാം. ജഅഫർ തയ്യാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ അടുത്ത് തന്നെ ഇവരുടെ ഖബർ കാണാം. അങ്ങനെ മശ്ഹൂറായ സഹാബിയാണ്. ആ സഹാബി ചൊല്ലിയ ബൈത്താണിത്. വഫീന റസൂലുള്ളാഹി, ഞങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലുണ്ട്. യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഉ. സുബഹിയാകുന്ന സമയത്ത് അത് സാദിക്ക് വെളിവാകാൻ പോകുമ്പോൾ അതിൻ്റെ മുമ്പും പിമ്പുമെല്ലാമായി ഖുർആൻ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്യും. ആ നബി തങ്ങൾ ഞങ്ങൾക്ക് അറാനൽ ഹുദാ ബഅദൽ അമാ, കുഫ്രിയത്തെന്ന ഇരുട്ട്, ആ ഇരുട്ടിന് ശേഷം ഞങ്ങൾക്ക് ഹിദായത്തിൻ്റെ വഴി കാണിച്ചു തന്നു. ഫഖുലൂബുനാ ബിഹി മൂഖിനാത്തുൻ അന്നമാ ഖാല വാഖിഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറഞ്ഞത് അത് മുഴുവനും പൂർണ്ണമായി സാധ്യമാകുമെന്നും നടക്കുമെന്നും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞതിൻ്റെ ശേഷം അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മളാജിഉ. മുശ്രിക്കീങ്ങളായ ആളുകൾ നല്ലപോലെ കിടന്ന് ഉറങ്ങി സന്തോഷിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുകയും ധാരാളം റക്അത്തുകൾ തഹജ്ജുദ് നിസ്കരിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്ന ആ രാത്രിക്ക് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് പിന്നീട് ഒരു പ്രാവശ്യം പറയാം. അതുകൊണ്ട് അല്ലാഹു തആല രാത്രിയെ പിടിച്ച് സത്യം ചെയ്തു, വല്ലൈലി. ബാക്കി പല കാര്യങ്ങളും ഖുർആനിൽ സത്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് വൽ ഫജ്രി വലയാലിൻ അശ്ർ. വൽ ഫജ്രി വലയാലിൻ അശ്ർ. ഫജ്റിനെ തന്നെ സത്യം, ഫജ്ർ കൊണ്ട് സത്യം. ഫജ്ർ എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കാരത്തിൻ്റെ ടൈം.
അത് വലിയ മഹത്വമുള്ള ടൈമാണ്. സുബഹി നിസ്കാരത്തിൻ്റെ ടൈം വളരെയധികം മഹത്വമുള്ള ടൈമാണ്. ആ സമയത്ത് ചെല്ലുന്ന ദിക്റിനും ആ സമയത്ത് ചെയ്യുന്ന ദുആഇനും വലിയ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് അല്ലാഹു വൽ ഫജ്രി, ഫജ്റിനെ തന്നെ സത്യം എന്ന് പറഞ്ഞ ഉടനെ വലയാലിൻ അശ്രിൻ, 10 രാവുകൾ കൊണ്ട് സത്യം എന്ന് പറഞ്ഞു. 10 രാവ് എന്ന് പറഞ്ഞത് ഇതാ ഇന്ന് മുതൽ, ഇപ്പോൾ നാം നിൽക്കുന്ന ദുൽഹജ്ജ് മാസത്തിൻ്റെ 1-ാമത്തെ രാവാണ് ഇന്ന് മുതൽ 10 രാവിനെ പറ്റിയാണ് വലയാലിൻ അശ്രിൻ, 10 രാവുകൾ കൊണ്ട് സത്യം. അല്ലാഹു തആല സത്യം ചെയ്യുന്നു. അപ്പോൾ ഈ 10 രാവുകൾക്ക് വലിയ മഹത്വം ഉണ്ട്. ഈ രാവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യറുദ്ദു ദുആഅ മൻ ദഅ ഫീ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസം അല്ലാഹുവിനോട് ചോദിക്കുന്ന ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല. അല്ലാഹു തആല പ്രത്യേകമായി സ്വീകരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ദുആഇന് കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന രാത്രികളാണ് ഈ 10 രാവ്. പകൽ സമയത്ത് 10 ദിവസവും പെരുന്നാൾ ഒഴിച്ച് 9 ദിവസം നോമ്പ് എടുക്കൽ വളരെ സുന്നത്താണ്. ഇന്ന് രാത്രി നിയ്യത്ത് ചെയ്ത് നാളെ നോമ്പുകാരനായി അങ്ങനെ 9 ദിവസം, 9-ാമത്തെ ദിവസം അറഫയാണല്ലോ, അറഫൻ്റെ നോമ്പ് നോറ്റ് 10-ാമത്തെ ദിവസം പെരുന്നാളാണ്. അന്ന് നോമ്പ് നോക്കാൻ പാടില്ല, ഹറാമാണ്. അല്ലാത്ത 9 ദിവസവും നോമ്പ് പിടിച്ചുകൊണ്ട് കൂലി കരസ്ഥമാക്കൽ ഭാഗ്യമുള്ളവർക്ക് വലിയ ഭാഗ്യമാണ്. ചെറുപ്പക്കാർക്ക് എല്ലാം നോമ്പ് നോക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലമായതുകൊണ്ട് അധിക പേർക്കും ജോലിയില്ല. പകൽ സമയത്ത് ജോലി, വലിയ ഭാരിച്ച ജോലി ആളുകളൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും നോമ്പ് പിടിക്കൽ സൗകര്യമാണ്. അങ്ങനെ നോമ്പ് പിടിക്കൽ സുന്നത്തായ 10 ദിവസം അഥവാ 9 ദിവസം. 10 എന്ന് പറയുന്നത് ഖുർആനിൽ 10 എന്ന് പറഞ്ഞ അത് ഓർമ്മക്ക് പറഞ്ഞതാണ്. ഇത് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന പുണ്യമായ സമയങ്ങളാണ്. ഈ വർഷം ഇന്ത്യക്കാർക്കും പാകിസ്ഥാനികൾക്കും മറ്റ് ഇതര നാട്ടുകാർക്കും ഒന്നും ഹജ്ജിന് പോകാൻ സാധിക്കാത്ത കൊല്ലമാണ്. നാം വളരെയധികം ദുഃഖിക്കേണ്ടുന്ന കൊല്ലമാണ്, വളരെയധികം ദുഃഖിക്കേണ്ടുന്ന സമയമാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബ അൽഹംദുലില്ലാ തവാഫ് ചെയ്യൽ നിന്നു പോകുന്നില്ല. അവിടെയുള്ള ജോലിക്കാരും ആ നാട്ടുകാരും തവാഫ് ചെയ്യുന്നു. ഈ വർഷം ഹജ്ജ് ചെയ്യുന്നതും അവിടെ മക്കയിലുള്ള ആളുകൾ മാത്രമാണ്, സൗദിയിലുള്ള ആളുകൾ മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ഹജ്ജ് തടയപ്പെട്ടു പോയി. ഇതെന്തുകൊണ്ടാണ്? നമ്മളുടെ ദോഷം കൊണ്ടാണ്. മോമിനീങ്ങളായ നമ്മുടെ ദോഷം കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിലങ്ങിയതാണെന്ന് കരുതണം. എന്നിട്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം.
അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. അത്രയും പുണ്യമായ സംഭവം നിർത്തപ്പെട്ടു പോയി. എന്നാൽ ഈ 10 രാവിന് വലിയ പ്രത്യേകതയുണ്ട്. 9 പകല് നോമ്പ് നോക്കുകയും 10-ാമത്തെ രാവ് പെരുന്നാളിൻ്റെ രാവും അടക്കം 10 രാവുകൾ. ആ രാവിൽ ദുആക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്നു. പ്രത്യേകമായി അല്ലാഹു തആല അവൻ്റെ അടിമകൾക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് രാത്രി ഇരുന്ന് 1000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ സാധിച്ചാൽ, തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം കുറേ ദിക്റുകൾ ചൊല്ലാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ സംഗതികളാണ്.